അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. എന്നോടാണെന്ന് പറയണ്ടേ, അതിൻ്റെ സമയം കളയല്ലേ. അതെ, വാസ്തവത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അനിൽകുമാർ പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രതിയായ ഒരു കേസ് എന്ന് പറഞ്ഞപ്പം ആ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ആ ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭാഷയാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് SIT ഒക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? 2019 ഈ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ നടപ്പാക്കാനും 40 ദിവസം ഇത് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ലോകം മുഴുവനും കൊണ്ടുവച്ച് അതിൻ്റെ ദിവസങ്ങളൊക്കെ വൈകിച്ചപ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ദേവസ്വം ബോർഡ് ഇപ്പോൾ ഏറ്റവും അവസാനം 2025 ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. അരുൺ അടക്കം ചില ആൾക്കാർ ചോദിച്ചു, പ്രശാന്ത് എങ്ങനെ കുറ്റവാളിയാവും? ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ ഒരു സാധനം നടത്താൻ പാടില്ല ശബരിമലയിൽ. വിത്തൗട്ട് പെർമിഷൻ ഓഫ് ഹൈക്കോർട്ട് നോ ബഡി ക്യാൻ ഡു എനിത്തിങ്, ഈവൻ പ്രസിഡന്റ് ഓർ മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് പ്രശാന്ത് അല്ലേ? ഇനി ദേവസ്വം പ്രധാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് പറയട്ടെ. നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവില്ലാതെ എന്തിനു കൊടുത്തയച്ചു പ്രശാന്ത്? ആരാണ് പ്രശാന്ത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 ഗ്രാം കൂടുതൽ കിട്ടി, കള്ളന്മാർ കട്ടോണ്ട് പോയിട്ട് 2 ഗ്രാം കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഈ അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ശബരിമലയിലെ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുക. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇതിൽ കുറ്റവാളികളാണ്. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ, അരക്കള്ളനും മുക്കാക്കള്ളനും തമ്മിലുള്ള ആ ഒരു, നിങ്ങൾ കട്ടില്ലേ, ഞങ്ങൾ കട്ടില്ലേ, നിങ്ങൾ പാത്രം കട്ടില്ലേ, അപ്പം ഞങ്ങൾക്ക് സ്വർണം കട്ടൂടെ? ഇതാണ് വാദം. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വത്താണ്, ഈ നാട്ടിലെ ശബരിമലയുടെ സ്വത്താണ്, മനസ്സിലല്ലേ? ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വത്താണ്, ഈ നാട്ടിലെ ശബരിമലയുടെ സ്വത്താണ്. നിങ്ങളെപ്പോലെയുള്ള കള്ളന്മാർക്ക് ദേവസ്വം ബോർഡിൽ വന്നിരുന്നത് കക്കാനുള്ളതല്ല. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രവും സ്വത്തും, അതിനകത്ത് ഞങ്ങൾക്ക് ആത്മരോഷമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇപ്പൊ കേട്ടില്ല അനിൽകുമാർ പറയുന്നത്? നിങ്ങൾ കേട്ടില്ല അനിൽകുമാർ? ഒരു ചുക്കും നടക്കില്ല. അല്ലെങ്കിൽ ഇപ്പോഴും പ്രശാന്ത് ഇരിക്കും അവിടെ. പിണറായി വിജയന്റെ ഭാഷയിൽ ഉളുപ്പുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയെ മാറ്റണം. എന്നിട്ട് വേണം ഈ SITയുടെ അന്വേഷണം നടത്താൻ. അതാണ് ധാർമ്മികത. അതിനെയാ ധാർമ്മികത എന്ന് പറയാ. ശരി. Debate with Dr. Arun Kumar.